പാലക്കാട് കാലിത്തീറ്റ എന്ന വ്യാജേന 3500 ലിറ്റർ സ്പിരിറ്റ് കടത്തിയതിൽ ട്വിസ്റ്റ്. പിടിയിലായവരിൽ CPM വിമത നേതാവിന്റെ ബന്ധവും. ഒന്നാം പ്രതി ബിനു കൊഴിഞ്ഞാമ്പാറയിലെ CPM മുൻ ഏരിയ കമ്മിറ്റി അംഗത്തിന്റെ സഹോദരപുത്രൻ. CPMനെതിരെ വിമത നീക്കം നടത്തിയതിനു പിന്നാലെ സ്പിരിറ്റ് കടത്ത ആരോപണവുമായി ഔദ്യോഗിക വിഭാഗം രംഗത്ത് വന്നിരുന്നു. ഇതിനു പിന്നാലെയാണ് ബിനു സ്പിരിറ്റുമായി പിടിയിലായത്. കൂടുതൽ വിവരങ്ങളുമായി G പ്രസാദ് കുമാർ ചേരുന്നു. പ്രസാദേട്ട, കാലിത്തീറ്റ എന്ന വ്യാജേന 3500 ലിറ്റർ സ്പിരിറ്റാണ് കടത്തിയിരിക്കുന്നത്. ഇതിൽ ഉൾപ്പെട്ടവരുമായി ബന്ധപ്പെട്ടിപ്പോഴത് CPMന്റെ ഒരു വിമത പ്രവർത്തകൻ എന്ന വിശദാംശം കൂടി ലഭ്യമാവുകയാണല്ലോ. മോത്തി, ഏറെ കാലമായിട്ട് പാലക്കാട് ചിറ്റൂർ മേഖലയിൽ സ്പിരിറ്റുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തനവും രണ്ടും ഒരുപോലെ പോവുകയും വിവാദങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. പലപ്പോഴും സ്പിരിറ്റ് പിടിക്കുന്നത് അല്ലെങ്കിൽ ഒറ്റയായിരിക്കും, അല്ലെങ്കിൽ രാഷ്ട്രീയ പകപോക്കലായിരിക്കും എന്നുള്ള ആരോപണം എന്നും ഉണ്ടായതാണ്. ഇപ്പോൾ ഇന്നലെ പാലക്കാട് എലപ്പുള്ളിയിൽ വെച്ചാണ് 3500 ലിറ്റർ സ്പിരിറ്റ് ലോറിയിൽ കടത്തുകയായിരുന്നു. കാലിത്തീറ്റ എന്ന് പറഞ്ഞ് കൊണ്ടുവന്നാണ് ആ സ്പിരിറ്റ് പിടിയിൽ ഒന്നാം പ്രതി ഇപ്പോൾ കൊഴിഞ്ഞാമ്പാറയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏരിയ കമ്മിറ്റിക്കെതിരെ രംഗത്ത് വരികയും അവർ വിമത സമ്മേളനം നടത്തുകയും ചെയ്ത ഏരിയ കമ്മിറ്റി അംഗം സതീഷിന്റെ സഹോദരന്റെ പുത്രനാണ് ബിനു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഇത് CPMലെ ഔദ്യോഗിക പക്ഷം ചോർത്തിക്കൊടുത്ത അല്ലെങ്കിൽ അവരുടെ നിർദ്ദേശപ്രകാരം നടത്തിയ പോലീസിന്റെ റെയ്ഡിലാണ് ഈ സ്പിരിറ്റ് പിടിച്ചത് എന്നാണ് ഇപ്പോൾ പുതിയ ആരോപണം വന്നിരിക്കുന്നത്. എന്തായാലും പാലക്കാട്ട് സ്പിരിറ്റ് കടത്ത് ഒരു പുതിയ സംഭവമല്ല. രാഷ്ട്രീയക്കാർക്ക് അതിൽ ബന്ധമുണ്ട്. ചിറ്റൂർ മേഖലയിൽ പ്രത്യേകിച്ച് എപ്പോഴും ഉണ്ടാകുന്ന പ്രശ്നമാണ്. അതിൽ ഇപ്പോൾ പുതിയൊരു വിവാദം CPMന് വിട്ടുപോയ ഒരാളുടെ ബന്ധുവിനെ കൂടെ ഇതിൽ പെടുത്തിയിരിക്കുന്നു. അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് സ്പിരിറ്റ് പിടിച്ചാണ്. ഇനി അതിൽ എന്താണ് എന്നുള്ളത് നമുക്ക് വ്യക്തമല്ല. ഇതിൽ അയാളെ പെടുത്തിയെന്ന് അവർ പറയുന്നു. പക്ഷേ അതല്ല, സ്പിരിറ്റ് കടത്തിയത് തന്നെയാണെന്നുള്ളതാണ് ഔദ്യോഗിക പക്ഷത്തിന്റെ വിശദീകരണം. എന്തായാലും ഇപ്പോൾ ഈ രാഷ്ട്രീയ വിവാദത്തിലേക്ക് പുതിയൊരു ഭാഗം കൂടെ വന്നിരിക്കുന്നു. CPMന് വിട്ടുപോകുന്ന ഒരാളുടെ ബന്ധുവിനെ കൂടെ സ്പിരിറ്റ് കേസിൽ ഇപ്പോൾ പ്രതിയാക്കിയിരിക്കുകയാണ്. മുൻ ഏരിയ കമ്മിറ്റി അംഗമായ സതീഷിന്റെ സഹോദരപുത്രൻ ബിനു ആണ് ഇപ്പോൾ മണ്ണാമട സ്വദേശിയാണ്. അദ്ദേഹമാണ് ഇപ്പോൾ ഒന്നാം പ്രതിയായിട്ട് ഈ സ്പിരിറ്റ് കടത്തിൽപ്പെട്ടിരിക്കുന്നത്. വീണ്ടും രാഷ്ട്രീയ വിവാദം സ്പിരിറ്റ് കടത്തുമായി ബന്ധപ്പെട്ട് പാലക്കാട് ഉണ്ടാവുകയാണ്. ശരി പ്രസാദേട്ടാ.